യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇല്ല, അവര് മാത്രം വന്നാ മതി. ഞാൻ കേറി കണ്ടോട്ടെ, എനിക്കും ചേച്ചി കാണണം. പറ്റില്ല, നിങ്ങൾ ചെല്ല്. ചിലപ്പോ അവസാനമായിട്ടുള്ള ആഗ്രഹമാണെന്ന് കരുതി അവരെ വിളിപ്പിച്ചതാവും. അല്ലാതെ ചേച്ചി എന്നെ ഓർക്കാതിരിക്കോ? മഹാബാബി, അവസാനമായിട്ടോ? നാവെടുത്ത് വളയ്ക്കാതെ. എങ്ങനെ പറയാൻ തോന്നുന്നടാ? ആങ്ങളെയാണ് പോലും. ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കണ്ട. ചില പേഷ്യൻസ് അങ്ങനെ പറയും, എനിക്ക് അവസാനമായി ഒന്ന് കാണണം എന്നൊക്കെ. തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഇപ്പോ നീയാ. ഏട്ടത്തി പറഞ്ഞത് മോനെയും മരുമോളെയും കാണണമെന്നാ. മോനെ മാത്രം കാണണമെന്ന് പറഞ്ഞെങ്കിൽ നീ പറഞ്ഞത് ശരിയായേനെ. കല്യാണം കഴിഞ്ഞ് മോനും മരുമോളും പുറത്തുണ്ട് എന്ന് വ്യക്തമായ ബോധമുള്ളതുകൊണ്ടാ ഏട്ടത്തി അവരെ തന്നെ കാണണമെന്ന് പറഞ്ഞത്. ഏതായാലും ഏട്ടത്തിക്ക് ബോധം തെളിഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം. പ്ലീസ്, പേഷ്യന്റിനെ ഇമോഷണൽ ആക്കരുത് പ്ലീസ്. മോനെ, മാഡം കല്യാണം മംഗളമായിട്ട് നടന്നില്ലേ? മാഡം വ്രതം എടുത്തതിന്റെ ഫലം കിട്ടി. തടസ്സങ്ങളൊക്കെ വന്നിട്ടും എല്ലാം ചേമ്പിലയിലെ വെള്ളം പോലെ ഒഴിഞ്ഞു പോയില്ലേ? ഞാനിപ്പോ മരുവത്തൂരിലെ സുമംഗല തങ്കച്ചിയുടെ മരുമകളാ. മാഡത്തിനൊന്നുമില്ല, എല്ലാ അസുഖങ്ങളും മാറും. നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോവാം. എന്റെ അസുഖം കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. നിങ്ങളെ നിലവിളക്ക് തന്ന് സ്വീകരിക്കാൻ അവിടെ മുത്തശ്ശി ഉണ്ടാവും. എപ്പോഴാ മുഹൂർത്തം ജ്യോത്സ്യം കുറിച്ച് തന്നത്? എനിക്ക് 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 ഓർമ്മ വരുന്നില്ല. ആറ് മണിക്കാണെന്ന്. ഡോക്ടർ വിളിക്ക്. അമ്മ കണ്ണു തുറക്കമ്മേ. അമ്മേ, 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 ഡോക്ടർ, നിങ്ങളൊന്ന് മാറി നിൽക്കൂ. അമ്മ, നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിന്നേ. രൂപേഷേട്ടാ, അമ്മേ, പ്ലീസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങൂ. അമ്മ, അമ്മേ. എന്റെ ഗിരിജെ, നീ അവിടെ സമാധാനായിട്ടിരിക്കേ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും പറയാറായിട്ടില്ല. ചേച്ചിക്ക് കുറച്ചു മുമ്പ് ബോധം തെളിഞ്ഞു. അതറിഞ്ഞിട്ടാ ഞാനിപ്പോ വിളിക്കുന്നത്. വീണ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ചേച്ചി എന്താ പറഞ്ഞത്? അത് വല്ലതും അറിഞ്ഞോ പവിയേട്ടൻ? അകത്ത് കയറി കണ്ടായിരുന്നോ? ഇല്ലെന്നേ, എന്നെ കയറ്റി വിട്ടില്ല. രൂപേഷിനെയും ദർശനയും കാണുമെന്ന് ചേച്ചി പറഞ്ഞു. അതുകൊണ്ട് അവര് മാത്രമേ കയറ്റി വിട്ടുള്ളൂ. ചേച്ചിക്ക് ബോധം വന്നും പോയിക്കൊണ്ടിരിക്കുക. ബോധം വന്നപ്പോ അവരുമായിട്ട് സംസാരിച്ചു. പിന്നെ ബോധം പോയെന്ന് പറഞ്ഞു.
ഇതുവരെ ഇവിടെ ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല. നീ ഇപ്പൊ എവിടുന്ന സംസാരിക്കുന്നേ? അടുത്താരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്. അതെ, നോക്കിയും കണ്ടും വേണം സംസാരിക്കാൻ. നിസ്സാര കാര്യമൊന്നുമല്ല. സംസാരിക്കുമ്പോ ആരോടും ഒന്നും വിട്ടു പറയരുത്, നമ്മുടെ മോളോട് പോലും. മോളൊക്കെ അറിഞ്ഞു. ഞാൻ പറഞ്ഞൊന്നുമല്ല. വീണയ്ക്ക് എന്തോ സംശയം തട്ടിയതാ. അവള് ശ്രേയയോട് സൂചിപ്പിച്ചു. ഞാനത് നിഷേധിച്ചു. പവിയേട്ടാ, അഥവാ ആരെങ്കിലും ചോദിച്ചാ ഞാനല്ല ദർശനിയ ചേച്ചിക്ക് പാല് കൊണ്ടു കൊടുത്തെന്ന് പറയണം. അല്ല, അതാണല്ലോ സത്യം. ആ ഓഡിറ്റോറിയത്തിലെ സകല ഇടത്തും CCTV ക്യാമറ ഉള്ളതാ. ഒന്നും പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. തെളിവ് അവര് കണ്ടെത്തിക്കോളും. ആ പാലിൽ വിഷം കലർത്തിയത് നീയാണോ? അങ്ങനൊരു മണ്ടത്തരം എനിക്ക് പറ്റൂ? ദൈവം പോലും അറിഞ്ഞു കാണില്ല. കിച്ചണിൽ പോയി പാല് കൊണ്ടുവന്നത് ഗീതമ്മയാ. പഴവും കൂടി എടുക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോ ഗീതമ്മ കിച്ചണിലേക്ക് പോയി. ആ തക്കത്തിരാ ഞാൻ. നവവരനും വധുവും കൂടി പാലും പഴവും പങ്കിട്ട് കഴിക്കുമ്പോ രണ്ടുപേരും ഒന്നിച്ചങ്ങ് തീരുമെന്ന് കരുതി. അതിനിടയ്ക്ക് ആ പാലും എടുത്ത് ഇവൾ ഓടിച്ചെല്ലുമെന്ന് ഞാൻ അറിഞ്ഞു. ചേച്ചി അത് മുഴുവൻ കുടിച്ചതുമില്ല. ഞാൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ. ഇതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, എന്ത് പ്ലാനായാലും മുൻകൂട്ടി എന്നോട് കൂടി പറയണമെന്ന്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചി അത് കുടിക്കാൻ സമ്മതിക്കില്ല. അതെനിക്കറിയാലോ. അതുകൊണ്ടല്ലേ ഞാൻ പറയാത്തത്. ദർശനയും രൂപേഷും ഇല്ലാതാവുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങളുടെ ചേച്ചി തന്നെ അവസാനിക്കുന്നത്. എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് അവരല്ലേ. പവിയേട്ട, ആര് ചോദിച്ചാലും സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞോണം. എനിക്കിവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല. ഞാനും മോളും കൂടി അങ്ങോട്ട് വരട്ടെ. അതെ, അതാ നല്ലത്. നിങ്ങളും കൂടി ഇവിടെ വേണം. ഒരു സംശയത്തിന് ഇട കൊടുക്കാതിരിക്കാൻ നിങ്ങളും കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും നീ ഇപ്പം ഇങ്ങോട്ട് വരണ്ട. പെണ്ണിനെയും ചെറുക്കനെയും ഗൃഹപ്രവേശത്തിന് പറഞ്ഞുവിടാൻ ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതറിഞ്ഞിട്ട് മതി. വിവരങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പവിയേട്ടൻ വിളിക്കണമെന്നില്ല. ഞാൻ വീണയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിക്കോളാം. ആ തള്ള മുത്തശ്ശി മൂന്ന് നോക്കും പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മൈത്തിരി മുത്തശ്ശി. അടുത്ത് കൊടുക്കേണ്ടത് ഇവർക്കാ. എന്താ ഇത്? മാഡത്തിനെ രക്ഷിക്കാനല്ലേ ഡോക്ടർമാര് നോക്കുന്നത്? നമ്മൾ അവരോട് സഹകരിക്കല്ലേ വേണ്ടത്? മാഡത്തിനൊന്നുമില്ല. ഇപ്പൊ ബോധം തെളിഞ്ഞില്ലേ? കൊച്ചുമുതലാളിയോട് സംസാരിച്ചില്ലേ? പിന്നെയും ബോധം പോയല്ലോ. അമ്മ സംസാരിച്ചോണ്ടിരുന്നപ്പോഴല്ലേ ബോധം പോയത്. എന്താ ദർശന, അവരെന്താ എന്നെ അവിടെ ഇരിക്കാൻ സമ്മതിക്കാത്ത? ഞാനവിടെ എന്റെ അമ്മയുടെ അടുത്ത് മിണ്ടാതിരുന്നോളാം. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വീണ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്താ ഏട്ടത്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ? 2 ദിവസം വ്രതം എടുത്തും പട്ടിണി കിടന്നു. പിന്നെ ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. മണ്ഡപത്തിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അതിന്റെ ടെൻഷനും കൂടി ആയപ്പോ എടുത്ത് വീണുപോയി. ഗിരിജയ്ക്കൊന്നും വീടിനകത്ത് കയറാൻ പറ്റിയില്ല. അവരിപ്പോഴും പുറത്തു നിൽക്കുക. മുത്തശ്ശിയടക്കം വീടിന്റെ താക്കോലും കാത്തു നിൽക്കുക. നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഗിരിജയും മോളെയും അകത്ത് കയറ്റി ഊട്ടാത്തതിന്റെയും ഉറക്കാത്തതിന്റെയും ഒക്കെ ഒരു ടെൻഷൻ. ഇവിടെ എന്റെ ഏട്ടത്തി ഇങ്ങനെ കിടക്കുമ്പോഴാ. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റൊരുത്തിയാ.
പാതി വഴിയിൽ തന്തയും തള്ളയും പോയി. എടി, നീ വന്ന് കേറിയത് മുതല് മരുവത്തൂരിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒഴിയാത്ത ദിവസമില്ല.